എ സി നിങ്ങൾ വരുമ്പോ തന്നെ ഒന്ന് ഓൺ ചെയ്ത് ഈ റിമോട്ട് വെച്ച് ഒന്ന് ഓൺ ചെയ്താൽ മതി. ഇതൊന്ന് ടെർബോ മോഡിലാക്കിയേക്കും. എ സി ടെർബോ മോഡിലാക്കാം. പ്രൈസ് ബേബി ജോൺസൺ ഇന്ന് പ്രസന്റ് ആണ്. ചേരോ പ്രൈസ് ബേബി ജോൺസൺ ഇപ്പൊ പ്രസന്റ് ആണോ? പ്രൈസ് നേരെ ഓക്കെ. ഇനി ആരെങ്കിലും ബാച്ച് കാർഡ് വെക്കാനുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. സോ ഗുഡ് മോർണിംഗ്. ഇനി കഴിഞ്ഞ ദിവസം ആബ്സെന്റ് ആയിരുന്ന ആരെങ്കിലും ഇന്നോട് പ്രസന്റ് ആണോ? ഓക്കെ. നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പിലുണ്ടോ? ഗ്രൂപ്പിൽ ഇന്നലെ ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നോ? ഓക്കെ. ഗ്രൂപ്പിലില്ല. പേര് സിനാൻ. സിനാൻ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഞാൻ ആഡ് ചെയ്യപ്പെട്ടത്? എന്റെ നമ്പർ ഉണ്ടായിരുന്നു. ഓക്കെ. എനിക്ക് ഫുൾ നെയിം വാട്സപ്പ് ചെയ്യാം. അതേപോലെ പ്രൈസ് എപ്പോഴും ഇല്ലല്ലോ. ഓക്കെ. അതായത് ലീവ് ആയിട്ടുള്ളവര് നിങ്ങൾ ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ മെസ്സേജ് ഇടാം. വാട്സാപ്പില് വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ അല്ലെങ്കിൽ വാസ് ഓൺ ലീവ് യെസ്റ്റർഡേ എന്നൊന്ന് മെസ്സേജ് ഇടാം. ലീവ് ആയിട്ടുള്ളവര്, ഇന്നലെ ലീവ് ആയിട്ടുള്ളവർ ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടെ. അതേപോലെ സിനാൻ എനിക്കൊന്ന് മെസ്സേജ് ഇടാം ഫുൾ നെയിം.
ടെമ്പറേച്ചർ ഒന്ന് കുറച്ചിട്ടാൽ മതി. ഫാരൻ ഹീറ്റ് എന്ന് പറഞ്ഞാൽ വിളിക്കണം. ഓക്കെ, സോ മെസ്സേജ് ഇട്ടിരുന്നു. സിനാന്റെ മെസ്സേജ് ഞാൻ എന്തായിരുന്നു സിനാന്റെ ടാസ്ക്? അല്ല, എന്ത് മെസ്സേജ് ഇടാനാ പറഞ്ഞു? സിനാന്റെ ഫുൾ നെയിം സിനാൻ അറിയും. ഫുൾ നെയിം ഒന്നായി. ഓക്കെ, അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആബ്സെന്റ് ആയിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ മെസ്സേജ് ഒന്നില്ലല്ലോ. നെറ്റില്ലേ? ഓക്കെ, ബാക്കിയുള്ളവര് നിങ്ങളുടെ ഫ്രീ ടൈം ഇതിനിടക്ക്, അതായത് ക്ലാസ്സിനിടക്ക് എനിക്ക് കംപ്ലീറ്റ് മെസ്സേജ് കിട്ടണം. അതായത് നിങ്ങൾ എല്ലാവരും ഇനി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത് ഒരു പ്രൊഫഷണൽ ലൈഫിലേക്കാണ്. അവിടെ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ നിങ്ങൾ ആബ്സെന്റ് ആവുകയാണെങ്കിലോ ലീവ് ആവുകയാണെങ്കിലോ നിങ്ങളുടെ ടീമിനെയോ ഇൻസ്റ്റിറ്റ്യൂഷനെയോ, അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനീനെയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവും. ലേറ്റ് ആണെങ്കിൽ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈം ഉണ്ടാവും. ആ ടൈമിനുള്ളിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓരോ ഡിപ്പെൻഡിങ് ഓൺ കമ്പനി, ചില കമ്പനി ഹാഫ് ഡേ ആക്കി എടുക്കും, ചില കമ്പനി LOP ആക്കും, അല്ലെങ്കിൽ ലേറ്റ് കമ്മിങ് എന്നുള്ള രീതിയിലാക്കും. അതിലേക്കുള്ള ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ്സ് ഗ്രേസ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ 10 മിനിറ്റ് ഗ്രേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടണം. ഓക്കെ, ചെറിയൊരു കാര്യമുള്ളൂ. വാട്സപ്പ് ഉണ്ട് എല്ലാവർക്കും. ഇനി ആർക്കെങ്കിലും വാട്സപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ മെയിൽ അയച്ചാൽ മതി. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിങ്ങിലെ ഈ ടേംസ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം ആബ്സെന്റ് ആയവർക്ക് ലാസ്റ്റ് സെഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം. അത് നിങ്ങൾ, അതായത് അതിന് കൂടിയിട്ടാണ് നിങ്ങളുടെ ഡാറ്റ എടുത്തിട്ടുള്ളത്. ആരൊക്കെയാണ് ആബ്സെന്റ് ആയത് അവർ എനിക്ക് ആ ഫുള്ള് റെക്കോർഡിംഗ് കണ്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് എനിക്ക് മെയിൽ അയച്ചു തരണം. അതാണ് നിങ്ങൾക്കുള്ള എക്സ്ട്രാ ടാസ്ക്. അതായത് നിങ്ങൾ ലീവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു 90% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ ഇവിടെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ പറയുന്ന കാര്യങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അറ്റ്ലീസ്റ്റ് ഒരു 90% അറ്റൻഡൻസ് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്ട് നോളജ് ഉണ്ടാവുള്ളൂ എന്നാണ് ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ല് അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു അറ്റൻഡൻസിന്റെ കാര്യം പറയുന്നത്. ഇനി റെക്കോർഡിംഗ് തരുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് നോട്ട്സ് എഴുതി ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും നിങ്ങൾ ക്ലാസ്സിൽ ഒന്നില്ല. ഇന്നലെ മുതൽ നമ്മൾ അക്കൗണ്ട്സിന്റെ മേജർ ആയിട്ടുള്ള കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ് പറഞ്ഞു നിർത്തിയത്. മെയിൻ ആയിട്ടും ക്യാപിറ്റൽ, ഓണറിന്റെ ഫണ്ട്, പ്രൊപ്പറേറ്റർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അസറ്റ് ആകാം, ക്യാഷ് ആകാം, വേറെ എന്തെങ്കിലും കാര്യങ്ങളാകാം. ഇനി അസറ്റ് എന്താണെന്ന് കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഡ്രോയിങ്സ് എന്താന്ന് പറഞ്ഞു. ഓണർ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് പിൻവലിക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്.
അസറ്റ് എന്ന് പറയുന്നത് ബിസിനസിന്റെ യൂസിന് വേണ്ടി മേടിക്കുന്ന എന്ത് സാമ്പത്തിക സ്രോതസ്സിനെയും അസറ്റ് എന്ന് പറയാം. അതായത് അതിൽ നിന്ന് ഒന്നില്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സേവനം നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇപ്പൊ മെഷീനറി വെച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, ഇനി സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ ഇനി ഒരു വെഹിക്കിൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള സർവീസ് നമുക്ക് കിട്ടും. മെയിൻ ആയിട്ടും അസറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് അസറ്റ്. ആ ഒരു രീതിയിൽ ചിന്തിക്കുക. ലൈബിലിറ്റി എന്ന് പറയുന്നത് ബാധ്യത അല്ലെങ്കിൽ കടപ്പാട്. ലൈബിലിറ്റി വരുന്നത് എന്തെങ്കിലും ഒരു എമൗണ്ട് ആരെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസോ ഗുഡ്സോ ആരെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കടമായിട്ടാണ്. ഒരു ഡെപ്റ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ, കടപ്പാടാണ് നമുക്ക് അവിടെ ഉണ്ടാവുന്നത്. തന്ന പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണം. അതാണ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. എല്ലാ സോഫ്റ്റ്വെയറിലും നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ SAP, അങ്ങനെ പല സോഫ്റ്റ്വെയറിലോട്ട് പോകും. അങ്ങനെ ഓരോ സോഫ്റ്റ്വെയറിൽ പോകുമ്പോഴും ഈ ഒരു കാര്യത്തിന് പല പല പേരുകളാണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് പല പല കൺട്രീസിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഡെപ്റ്റർ എന്ന് പറയുന്നത് ജനറലി നമുക്ക് ക്യാഷ് തരാനുള്ള ആൾക്കാർ, അവരെയാണ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. കമ്പനിയുടെ ഒരു അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ആക്സിയോൺസ് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ലോജിക്കിൽ ചിന്തിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് ഡെപ്റ്റർ അസറ്റ് ആണ്, നിങ്ങൾ ആക്സിയോൺസിന്റെ ഡെപ്റ്റർ ആണ്. ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഗുഡ്സോ സർവീസോ കടം തന്ന ആളാണ് ക്രെഡിറ്റർ. ആക്സിയോൺസ് നിങ്ങളുടെ ക്രെഡിറ്റർ ആണ്. ഇൻകം എന്ന് പറയുന്നത് വരുമാനം, എക്സ്പെൻസ് എന്ന് പറയുന്നത് ചെലവ്. കഴിഞ്ഞ അതായത് നിങ്ങളുടെ രണ്ടാമത്തെ സെഷൻ ഡേയിൽ ഒരു അസസ്മെന്റ് തന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു, കുറച്ച് പേർക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, നിങ്ങളുടെ സൈഡിൽ നിന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. ഇനി മുതൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നിങ്ങളൊരു ഫേമിൽ വർക്ക് ചെയ്യണം, ആ ഫേമിന്റെ സൈഡിൽ നിന്ന് വേണം ചിന്തിക്കാനായിട്ട്. ഫേമിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ക്യാഷ് പുറത്തേക്ക് പോയിട്ട് അത് തിരിച്ചു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് എക്സ്പെൻസ്. ഇപ്പൊ നിങ്ങളുടെ ലൈഫിന്റെ സൈഡിൽ നിന്ന്, നിങ്ങളുടെ പേഴ്സണൽ സൈഡിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ മാസവും ഇവിടെ ഫീസ് പേ ചെയ്യുന്നുണ്ട്. ആ ഫീസ് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾക്ക് അത് എക്സ്പെൻസ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് അത് ഇൻകം ആണ്. അതാണ് ഡിഫറൻസ്. അപ്പൊ നിങ്ങൾ ഏത് സൈഡിൽ നിന്ന് ചിന്തിക്കുന്നു, നിങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പെൻസ്, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ആണ്. അപ്പോ നിങ്ങൾ ഇനി മുതൽ പേഴ്സണൽ എന്നുള്ള സൈഡിൽ നിന്ന് ചിന്തിക്കാതെ, ചില കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരും, പക്ഷെ മിക്ക ഇവിടെ തരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഡോക്യുമെന്റ്സും എല്ലാവരും ഒരു ബിസിനസിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുക. അപ്പൊ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഓരോരോ റൂള് ഇറക്കുന്നത്. അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നിങ്ങളുടെ ഗ്രൂപ്പില് അയച്ച കുറച്ച് മെസ്സേജുകൾ ഉണ്ടായിരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം അയച്ചത് ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാസ് കാർഡ് എല്ലാവരും സബ്മിറ്റ് ചെയ്യണം. റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡൻസ് അവിടെ മാർക്ക് ആവില്ല. ലാസ്റ്റ് ഈ 90% ഇഷ്യൂ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാസ് കാർഡ് എടുത്തിട്ടുണ്ടാവില്ല, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു റൂളാക്കി വെച്ചത്. പാസ് കാർഡ് ഡെയിലി സബ്മിറ്റ് ചെയ്യാം. പിന്നെ വീട്ടിൽ കൊണ്ടുപോകരുത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് റെക്കോർഡ് അതിലായിരിക്കും. അത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പാസ് കാർഡ് വീട്ടിൽ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള റൂൾസ് ഉണ്ടാക്കിയത്. അതേപോലെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇപ്പോ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ആൾക്കാര് അക്കൗണ്ടിങ് ചെയ്ത് അവര് ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കി. അതായത് ഈ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിനെയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഒട്ടനവധി കൺസെപ്റ്റ്സ് ഉണ്ട്. നമ്മൾ അതില് മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഓക്കെ, അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഓക്കെ, ഇപ്പോ ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരു ഇമേജ് കാണാൻ പറ്റും, അലാവുദ്ദീൻ ജീനിയും ഓക്കെ, അല്ലെങ്കിൽ ഭൂതം. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. അതായത് അലാവുദ്ദീൻ
ഒരിക്കലും ഭൂതത്തിന് ഇക്വാലന്റ് അല്ല. രണ്ടും രണ്ട് വ്യക്തികളാണ്. രണ്ടുപേരെ കാണാനും ഡിഫറൻസ് ഉണ്ട്, രണ്ടുപേരുടെ പവേഴ്സിലും ഡിഫറൻസ് ഉണ്ട്. ഒരാൾ മനുഷ്യൻ, ഒരാൾ ഭൂതം. ഓക്കെ. അതേപോലെ ഒരു ബിസിനസ്സും ഓണറും രണ്ട് വ്യക്തികളാണ്. ഇതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരേണ്ട ഒരു ഇമേജ്. അതായത് എപ്പോഴും ബിസിനസ്സും ഓണറും രണ്ട് വ്യക്തികളായിട്ട് വേണം അക്കൗണ്ടന്റ് അസ്യൂം ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ഭൂതത്തിന്റെ ഭൂതഗണങ്ങൾ അല്ലെങ്കിൽ അക്കൗണ്ടൻസ് എന്ന് ചിന്തിച്ചാൽ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു ലേറ്റ് ആയി. ഏതാ ശരി, ഓക്കെ, നല്ല മെസ്സേജ് ഇട്ടു. മെസ്സേജ് ഇട്ടു. ഓക്കെ, അപ്പോ ഇതിന്റെ ഓക്കെ, ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. അപ്പൊ ഇതിന്റെ ബേസിക് ലോജിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഇമേജ് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഭൂതത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ഭൂതഗണങ്ങളായിട്ട് ചിന്തിക്കുക. അങ്ങനെ വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ. നിങ്ങൾ ഒരിക്കലും ഓണർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ ബിസിനസിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിങ്ങളുടെ ഓഫർ ലെറ്റർ തരുന്നത് ബിസിനസ് ആണ്, അല്ലാതെ ഓണറിൽ ഓണറിന്റെ സൈൻ ഉണ്ടാവും, പക്ഷെ ബിസിനസിന്റെ പേരിലാണ്, ബിസിനസിന്റെ സ്റ്റാഫ് ആയിട്ടാണ് നിങ്ങൾ അപ്പോയിന്റഡ് ആകുന്നത്. അപ്പോ ഓണറും ബിസിനസ്സും രണ്ട് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ അസ്യൂം ചെയ്യുന്നത്. ഒരിക്കലും ഓണറിന്റെ ട്രാൻസാക്ഷൻസ് ബിസിനസിന്റെ പേഴ്സണൽ ട്രാൻസാക്ഷൻസിന്റെ കൂടെ കൂട്ടാനായിട്ട് പാടില്ല. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് രണ്ടുപേരും സെപ്പറേറ്റ് ആണ്, ഡിസ്റ്റിങ്ക്ട് ഫ്രം ബിസിനസ് ഈസ് കൺസിഡർഡ് ആസ് സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ ഓണേഴ്സ് ഓഫ് ദ എന്റർപ്രൈസ്. രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. ഇതന്നെയാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണ്, ബിസിനസ് ട്രാൻസാക്ഷൻസും ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻസും ഒരിക്കലും കൂട്ടിക്കൊടുക്കാൻ പാടില്ല, മിക്സ് ചെയ്യാൻ പാടില്ല. രണ്ടും സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഓണർക്ക് സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യട്ടെ, ക്യാഷ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യട്ടെ, അത് ബിസിനസ്സിൽ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ഓണറിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബിസിനസിന്റെ ചെലവുകൾ, വരവുകൾ, ബിസിനസിന്റെ അസറ്റ്, ലയബിലിറ്റി, അത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ ഇനി ഈ ഒരു രീതിയിൽ ചിന്തിച്ചു നോക്കാം. ഓക്കെ, അലാവുദ്ദീനും ഭൂതവും, അതായത് ഇതിനിടക്കുള്ള ഈ ഒരു ഇത് കാണുന്നുണ്ടോ, ഇതാണ് വിളക്ക്. ഓക്കെ, ഈ വിളക്ക് ഉള്ളത് കൊണ്ടാണ്, വിളക്കിലാണ് ഭൂതമുള്ളത്. ഇനി ഈ ഒരു ഭൂതം പുറത്തേക്ക് വന്നത് അലാവുദ്ദീൻ ചുമ്മാ പോയിരുന്നപ്പോ ഇതൊന്ന് പോയി ഉറച്ചു, അപ്പോഴാണ് ഭൂതം പുറത്തു വന്നത്. അങ്ങനെയാണ് കഥ. ഓക്കെ, ഇനി ആ ഒരു ലോജിക്കിൽ തന്നെ ഈ ഒരു ഇത് ഓണർ ആണെങ്കിൽ ഇത് നിങ്ങൾ ആ ഓണറിന്റെ ക്യാപിറ്റൽ ആയിട്ട് അസ്യൂം ചെയ്യും. ക്യാപിറ്റൽ ഉള്ളതുകൊണ്ടാണ് ബിസിനസ് ഉള്ളത്. ഓക്കെ, ഇനി ആരാണ് ഇവിടെ അടിമ? ഭൂതമാണ്, അലാവുദ്ദീനാണ്? ഭൂതം. ഓക്കെ, ആ ഒരു ലോജിക്ക്. അതേപോലെ തന്നെ ബിസിനസ് എപ്പോഴും ഓണർക്ക് അടിമപ്പെട്ട് കിടക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിസിനസ് എന്തെങ്കിലും ലാഭം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിന് സ്വന്തമായിട്ട് ഒന്നും എടുക്കാനില്ല. അതായത് ഇപ്പൊ ഭൂതത്തിന് ഇത്രയും പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഭൂതത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല, എല്ലാം അലാവുദ്ദീന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഈ ബിസിനസ് എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് നേരെ പോകുന്നത് ഇയാളുടെ കയ്യിലേക്കായിരിക്കും. ഓക്കെ, ആ ഒരു ലോജിക്കാണ് ഇവിടെ വേണ്ടത്. അതായത് ബിസിനസ്സിന് എന്ത് ലാഭം ഉണ്ടായി കഴിഞ്ഞാലും അത് ഓണർക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോ എപ്പോഴും ബിസിനസ്സിന് ഓണറിനോടുള്ള ഒരു കടപ്പാട് ഉണ്ടാവും. ആ കടപ്പാടാണ് ഈ ഒരു സംഭവം. ഇതാണ് ക്യാപിറ്റൽ. അതായത് ഭൂതം എപ്പോഴും ബിസിനസിന്റെ അടിമയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വിളക്ക്, ഇതാണ് കാരണം. അപ്പോ ബിസിനസ് എപ്പോഴും ഓണറിന്റെ അടിമയാണ്, കാരണം ക്യാപിറ്റൽ ആണ്. ഓണർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടായി വന്നത്. സോ ഓണറിന്റെ ഇൻവെസ്റ്റ്മെന്റ്
ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് തിരിച്ചു കൊടുക്കാനുള്ള ഫണ്ടായിട്ടാണ് അക്കൗണ്ടിങ്ങിൽ അസ്യൂം ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ലയബിലിറ്റി ആണ്, ബാധ്യത ആണ് എന്ന് പറയും. റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണർ ബിസിനസിന് കടം കൊടുത്ത അല്ലെങ്കിൽ കടം തന്ന പൈസ ആയിട്ടാണ് ക്യാപിറ്റലിനെ അസ്യൂം ചെയ്യുന്നത്. അതാണ് ഇതിന്റെ പുറകിലുള്ള ലോജിക്ക്. ഇനി എന്തുകൊണ്ടാണ് കടം തന്ന പൈസയായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? അക്കൗണ്ടൻസി ഈ ഒരു ചിന്താഗതിയാണ് ചിന്തിക്കുന്നത്. ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്, രണ്ടും രണ്ട് വ്യക്തികളാണ്. അപ്പോ ക്യാപിറ്റൽ ഒരു കടപ്പാടാണ്, അത് തിരിച്ചു കൊടുക്കണം. ഇനി ബിസിനസ് റൺ ചെയ്തിട്ട് എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് നേരെ ഓണർക്ക് തിരിച്ചു കൊടുക്കണം, അപ്പോഴും കടപ്പാടാണ്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് നിങ്ങൾ പല പല സ്റ്റുഡൻസും ബികോം ആണ്, നിങ്ങൾ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ലൈബിലിറ്റി സൈഡിലാണ് വരുന്നത്. അത് നിങ്ങൾ ഏത് റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ലൈബിലിറ്റിയിലായിരിക്കും വരുന്നത്. അതിന് റീസൺ ഈ ഒരു കൺസെപ്റ്റ് ആണ്, സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് കൺസെപ്റ്റ് ഇതാണ്, സെപ്പറേറ്റ് എൻറ്റിറ്റി. ഇനി നെക്സ്റ്റ് കൺസെപ്റ്റ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. ഇതിൽ പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പോയി റെക്കോർഡ് ചെയ്താൽ മതി, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോയി എഴുതി സമയം കളയണ്ട. അതായത് ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആവശ്യത്തിൽ കൂടുതൽ വർക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു ടാസ്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും ഒരു കമ്പനിയിൽ. അതായത് നിങ്ങളുടെ ഡെസിഗ്നേഷൻ ഇപ്പോൾ പേറോൾ പ്രോസസ്സിംഗ് ആണെങ്കിൽ കമ്പനിയിലെ സ്റ്റാഫിന്റെ സാലറി പ്രോസസ്സിംഗ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ, അല്ലാതെ സാധനങ്ങൾ മേടിക്കുന്ന ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണ്ട. അപ്പോ നിങ്ങൾ പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്ന ആക്ടിവിറ്റി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ചെന്ന് തല ഇടാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും, ഇൻഎഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെയാണ് അക്കൗണ്ടിങ്ങിൽ മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അക്കൗണ്ടൻസും ഈ ഒരു കാര്യം യൂസ് ചെയ്യണം കേട്ടോ, കോമൺ സെൻസ് ആൻഡ് പേഴ്സണൽ ജഡ്ജ്മെന്റ്. അതായത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണെന്ന് പറയാൻ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഞാൻ അക്കൗണ്ടിങ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല വേറെ ഒരാള് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നതും അതേപോലെ ഡിഫറെന്റ്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ ഒരാൾ ക്ലാസ് എടുക്കുന്നത്. അതേപോലെ അക്കൗണ്ടിങ് ചെയ്യുമ്പോഴും നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളാണ് കമ്പനിയിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അവിടെയും റെലവൻസിനനുസരിച്ച് റെക്കോർഡ് ചെയ്താൽ മതി. അതായത് നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു കാര്യം എഴുതി വെച്ചിട്ട് അത്യാവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അതിനെ എടുത്തെഴുതാം. ഇൻസിഗ്നിഫിക്കന്റ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതാണ് അക്കൗണ്ടിങ്ങിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ലോജിക്. അതായത് ഇപ്പോ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോമൺ സെൻസ് എന്ന് പറയുന്ന കാര്യം ഇനി എല്ലാ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോഴും, എസ്പെഷ്യലി വല്ല എക്സലിലോട്ടൊക്കെ പോകുമ്പോൾ ആ ഒരു രീതിയിൽ വേണം ചിന്തിക്കാനായിട്ട്. സപ്പോസ് രണ്ട് കമ്പനി ഉണ്ട്, കമ്പനി എ ആൻഡ് കമ്പനി ബി. ഓക്കെ, അപ്പോൾ കമ്പനി എയുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫേർണിച്ചർ ഉണ്ട് 10,000-ന്റെ. ഓക്കെ, ഇനി നെക്സ്റ്റ് കമ്പനി ബിയുടെ കയ്യിൽ ഉള്ളത് ഓക്കെ 10 lakhന്റെ ബിൽഡിംഗ്, മെഷീനറി 1,50,000. ഓക്കെ, രണ്ട് കമ്പനി ഇവിടെ നിങ്ങളുടെ മുന്നിലുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് രണ്ട് കമ്പനിയുടെ കയ്യിൽ നിന്നും ഒരു ഓഫർ ലെറ്റർ കിട്ടി. കമ്പനി എയുടെ കയ്യിൽ നിന്ന് കിട്ടി, കമ്പനി ബിയുടെ കയ്യിൽ നിന്നും കിട്ടി. അപ്പോ കഴിഞ്ഞ ദിവസം സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് അവരും റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്യും. റിപ്പോർട്ട്സിലാണ് കമ്പനിയുടെ അവസ്ഥ, സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് കാണുന്നത്. ഇവിടെ ഇപ്പോ രണ്ട് കമ്പനിയുടെ സാമ്പത്തിക അവസ്ഥ ഞാനിപ്പോ എഴുതി വെച്ചിട്ടുണ്ട്. കമ്പനിയുടെ കയ്യിൽ ഫർണിച്ചർ, കാൽക്കുലേറ്റർ ഉണ്ട്, പെന്നുണ്ട്. കമ്പനി ബിയുടെ കയ്യിൽ ബിൽഡിംഗ്, മെഷീനറി ഉണ്ട്. നിങ്ങൾ ഏത് കമ്പനി ആയിരിക്കും ചൂസ് ചെയ്യുന്നത് ഞാനിപ്പോ ചോദിക്കുന്നില്ല. മിക്കവാറും എല്ലാവരും കമ്പനി ബി തന്നെ ആയിരിക്കും എടുക്കുന്നത്. കാരണം അവരായിരിക്കും കൂടുതൽ പേയ്മെന്റ് വരുന്നത്, സാലറി പേയ്മെന്റ് കൂടുതൽ ഇവരായിരിക്കും തരുന്നത്. കാരണം ആ
അസറ്റുകൾ കൂടുതലുള്ള കമ്പനീസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കോസ്റ്റുകൾ ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോസ്റ്റിന് വേണ്ടി പൈസ മുടക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു കാര്യമുണ്ട്, അതായത് കാൽക്കുലേറ്റർ, പെന്ന്, ഫർണിച്ചർ. ഈ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതായത് ചിലപ്പോൾ അതൊരു ചെറിയ സ്റ്റേഷനറി കടയായിരിക്കും, അവർക്ക് 5000 രൂപ വലുതാണ്, അവർക്ക് 2000 രൂപ വലുതാണ്, അവർക്ക് 10000 രൂപ വലുതാണ്. പക്ഷെ നിങ്ങൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനീസ് എന്ന് പറയുന്നത് എന്തായാലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും. അവർക്ക് ആയിരങ്ങളുടെയും 10000ങ്ങളുടെയും കണക്കുകൾ ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ എളുപ്പത്തിന് 10000, 1000 എന്നുള്ള കാൽക്കുലേഷൻ ഒക്കെ ഇട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ ഒരു ഫേമിലോട്ട് വർക്കിന് പോകുമ്പോൾ അവിടെ 1000ങ്ങളും 10000ങ്ങളും ട്രാൻസാക്ഷൻസ് വളരെ കുറവായിരിക്കും. അവർക്ക് ഇതേപോലെ ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കായിരിക്കും. അപ്പൊ നിങ്ങൾ വെറുതെ 1000ന്റെയും 10000ന്റെയും കണക്കിന്റെ പുറകെ പോവാതെ ലക്ഷങ്ങളുടെയും കോടികളുടെയും പുറകെ പോകണം. അതാണ് കോമൺ സെൻസ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അതായത് ഇപ്പോ വേറെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോജിക്കില് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു പോവാം. അതായത് ഇവിടെ പല സ്റ്റുഡൻസും ഫീസ് മുടക്കാറുണ്ട്. അപ്പൊ ഫീസ് മുടക്കുന്ന സിറ്റുവേഷൻ വരുമ്പോ എല്ലാ സ്റ്റുഡൻസിന്റെയും ഒരു ഡാറ്റാബേസ് എടുക്കുമെന്ന് വിചാരിക്കും. അപ്പോ 3 മാസം മുടക്ക് വന്ന സ്റ്റുഡൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു മാസം മുടക്ക് വന്ന സ്റ്റുഡന്റ് ഉണ്ട്. നമ്മൾ ആദ്യം ഏത് സ്റ്റുഡന്റിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഫീസ് കളക്ട് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അവിടെയാണ് കോമൺ സെൻസ് യൂസ് ചെയ്യേണ്ടത്. അതായത് 3 മാസത്തെ ഒരു ഫീസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30,000 കിട്ടുമെന്ന് വിചാരിക്കാം. അതേസമയം ഒരു മാസത്തെ ആണെങ്കിൽ 10,000. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം 30,000ന്റെ പുറകെ പോകണോ 10,000ന്റെ പുറകെ പോകണോ? അതാണ് കോമൺ സെൻസ് നോക്കുമ്പോൾ ഏറ്റവും നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചിന്തിക്കുമ്പോൾ 30,000ന്റെ പുറകെ പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതേ ലോജിക്ക് തന്നെയാണ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ 1000ഉം 10,000ഉം ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിനേക്കാളും ലക്ഷങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത്, കോടികൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന്റെ പ്രാധാന്യത്തിൽ റെക്കോർഡ് ചെയ്യുക. അതാണ് അക്കൗണ്ടിങ്ങില് ബേസിക് ആയിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അതായത് ആവശ്യമുള്ള കാര്യങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തിൽ എടുത്ത് എഴുതാം. അതായത് ഇപ്പോ ഇവിടെ കമ്പനി ബി ഉണ്ട്, കമ്പനി ബിയിലും ചിലപ്പോ പെന്ന്, കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അവരുടെ ഒരു വലിയ സ്വത്താണ് പേന, വലിയ സ്വത്താണ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊന്നും എഴുതുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേന, പെൻസിലൊക്കെ ഇല്ലാത്ത ഏതെങ്കിലും കമ്പനിയാണ്. ഇപ്പൊ നിങ്ങളോട് ഫ്രണ്ട് ഓഫീസിൽ ചെന്ന ഒരു പേന ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ചിലപ്പോൾ എടുത്തു തരും, അവിടെ ഇഷ്ടംപോലെ പേന ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് പറയും. ഓക്കെ, അപ്പൊ അതേപോലെ ഓരോ കമ്പനിയും അർഹിക്കുന്ന പ്രാധാന്യങ്ങൾ അവിടെ കൊടുക്കുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നിങ്ങൾ അവിടെ ഫ്രണ്ട് ഓഫീസിൽ ചെന്ന ഇവിടെ ലാബില് എത്ര സിസ്റ്റംസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയും അവരുടെ കയ്യിൽ അതിന്റെ റെക്കോർഡ് ഉണ്ട്. ഇത്ര സിസ്റ്റം, ഇത്ര മൗസ്, ഇത്ര കീബോർഡ്, ഇത്ര മോണിറ്റർ ഉണ്ട് എന്നുള്ള ഒരു സ്റ്റോക്ക് റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ടാവും. ഇനി അവിടെ പോയിട്ട് നമ്മുടെ ക്ലാസ്സിലുള്ള ഈ മാർക്കേഴ്സ് ഉണ്ട്, അതായത് ഈ ബോർഡിലൊക്കെ എഴുതുന്ന മാർക്ക്, അതിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും വേറെ പണിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്നായിരിക്കും അവർ ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് വേറെ പണിയുണ്ട്. സ്റ്റുഡൻസിന്റെ ഫീസ് കാര്യങ്ങൾ നോക്കണം, പിന്നെ മാർക്കറ്റിങ്ങിന്റെ കാര്യം നോക്കണം, അങ്ങനെ ഇഷ്ടം പോലെ വർക്ക് അവർക്കുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഈ പറഞ്ഞ പേനയുടെ കണക്ക് നോക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ചെറിയ 500,000ന്റെ പുറകെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാവുന്നത് ലക്ഷങ്ങൾ ആയിരിക്കും. അതാണ് അക്കൗണ്ടിങ്ങിനുള്ള ലോജിക്. അതാണ് ഈ മെറ്റീരിയാലിറ്റി എന്നുള്ള കൺസെപ്റ്റിലും പറയുന്നത്. ഇനി ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ മെറ്റീരിയാലിറ്റിയിൽ എന്തെങ്കിലും, അതായത് കൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾക്കിപ്പോ ആലോചിച്ച് നോക്കിയിട്ട് അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കാൽക്കുലേറ്റർ മേടിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ ഒരു കാൽക്കുലേറ്ററിന്റെ ഇമേജും കിടപ്പുണ്ട്. ഇനി അതില് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, കമ്പനിയിൽ ഒരു കാൽക്കുലേറ്റർ മേടിച്ചു, 300 രൂപയായി. 300 രൂപയുടെ കാൽക്കുലേറ്റർ മേടിക്കുമ്പോൾ ഉള്ള ലോജിക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കാം.
അതായത് ഇവിടെ പർച്ചേസ്ഡ് എ കാൽക്കുലേറ്റർ ഫോർ ₹300. ഇത് ഫസ്റ്റ് സിറ്റുവേഷൻ. പർച്ചേസ്ഡ് എ കാർ ഫോർ ₹3 lakh. ഇത് സെക്കൻഡ് സിറ്റുവേഷൻ. രണ്ട് സിറ്റുവേഷനിലും ക്യാഷ് പുറത്തേക്ക് പോകുന്നുണ്ട്. അതായത് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞ വാക്ക് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക കയ്യിൽ നിന്ന് ക്യാഷ് പോയി. വെറുതെ ആരും കാൽക്കുലേറ്ററും കാറും തരില്ല. നമ്മൾ എന്തെങ്കിലും തിരിച്ച് കൺസിഡറേഷൻ കൊടുക്കണം. കാർ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കണം, കാൽക്കുലേറ്റർ കിട്ടണമെന്നുണ്ടെങ്കിലും ക്യാഷ് കൊടുക്കണം. ഓക്കെ, അപ്പോ ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ കാർ എന്ന് പറയുന്ന കാര്യം അകത്തേക്ക് വരുന്നു, ക്യാഷ് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഇത് നിങ്ങൾ പണ്ട് എപ്പോഴെങ്കിലും +1 +2 പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് അക്കൗണ്ടിങ്ങിലെ ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് അക്കൗണ്ടിങ് ശരിക്കും പറഞ്ഞ ഒരു ബ്രീത്തിങ് പോലെയാണ്. ഒരു കാര്യം അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പുറത്തേക്ക് പോകും. ഓക്കെ, അതാണ് ബേസിക് ആയിട്ടുള്ള ലോജിക്ക്. ഓക്കെ, നമ്മൾ ഇനി കാർ മേടിക്കുന്നു, കാർ അകത്തേക്ക് വരുന്നു, ക്യാഷ് പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പോ ജസ്റ്റ് നിങ്ങൾ ഏതാ ഓക്കെ ഇവിടെ താഴെ കാൽക്കുലേറ്റർ ആക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. കാൽക്കുലേറ്റർ അകത്തേക്ക് വരുന്നു, ക്യാഷ് പുറത്തേക്ക് വന്നു, കാർ അകത്തേക്ക് വന്നു. യെസ്, ഇപ്പൊ കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോ ഇവിടെ ഫസ്റ്റ് സിറ്റുവേഷനിൽ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ കാര്യം അകത്തേക്ക് വരുന്നു, ക്യാഷ് പുറത്തേക്ക് പോയി. ഇവിടെ കാർ അകത്തേക്ക് വന്നു, ക്യാഷ് പുറത്തേക്ക് പോയി. രണ്ട് സിറ്റുവേഷനിലും സെയിം കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഒരു അക്കൗണ്ടന്റിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് അസറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറയും കാറാണ് അസറ്റ്, കാൽക്കുലേറ്റർ അസറ്റ് അല്ല, സ്വത്ത് അല്ല എന്ന് പറയും. പക്ഷെ ലോജിക്കലി നോക്കിയിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, കാൽക്കുലേറ്റർ നല്ല കമ്പനിയുടെ ഒക്കെ ആണെങ്കിൽ ഒരു 5-10 കൊല്ലമൊക്കെ നിൽക്കും, ബാറ്ററി ഒക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നിൽക്കും. കാർ ആണെങ്കിലും അതേപോലെ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, 15 കൊല്ലം നമുക്ക് പിന്നീട് റിന്യൂവൽ ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ 50 കൊല്ലം വരെയൊക്കെ നമുക്ക് കാർ ഉപയോഗിക്കാം. ഓക്കെ, അതാണ് അല്ല, കാർ 50 കൊല്ലം വരെ നമുക്ക് റിന്യൂവൽ കിട്ടും. ഇതാണ്. ഓക്കെ, അപ്പോ രണ്ടും സെയിം കാര്യം ആണ് സംഭവിക്കുന്നത്. പക്ഷെ ഒരെണ്ണം എക്സ്പെൻസ്, ഒരെണ്ണം അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് എക്സ്പെൻസും എന്തുകൊണ്ടാണ് അസറ്റും എന്ന് പറയുന്നത് എന്നൊന്ന് നോക്കാം. ഇവിടെ എമൗണ്ട് നോക്കാം, 300, 3 ലക്ഷം. അപ്പോൾ ഏറ്റവും എളുപ്പം അതാണ്, എമൗണ്ട് നോക്കാം. വലിയ എമൗണ്ട് ആണെങ്കിൽ ആ വലിയ എമൗണ്ടുകളെ ഒരു സ്വത്തായിട്ട് കാണുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി എന്തുകൊണ്ടാണ് സ്വത്തായിട്ട് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനിയുടെ വിവരങ്ങള് കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോ പ്രോഫിറ്റ് ഫോർ ദ മന്ത്, ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലായിരിക്കും, അവസാനിക്കുന്നത് മാർച്ചിലായിരിക്കും. അല്ലാതെ ജനുവരി ടു ഡിസംബർ എന്നുള്ള രീതിയിലല്ല ഇന്ത്യയിൽ സാമ്പത്തിക വർഷം വർക്ക് ചെയ്യുന്നത്. ഇനി ഓരോ വർഷത്തെയും പ്രോഫിറ്റ് ജസ്റ്റ് ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിചാരിക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് മന്തില് 10 ലക്ഷം, സെക്കൻഡ് മന്തില് 15 ലക്ഷം, അങ്ങനെ ഒരു സീരീസ് ആയിട്ടാണ് നമ്മളുടെ കമ്പനിയുടെ പ്രോഫിറ്റ് പോകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ,
ഇനി ഇവിടെ സൈഡിൽ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നു, ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ, ഏകദേശം ഒരു 4,50,00,000 ടോട്ടൽ പ്രോഫിറ്റ് കമ്പനിയുടെ. ഇതാണ് കമ്പനിയുടെ അവസ്ഥ. അപ്പോ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ് എല്ലാവരും നമ്മുടെ ഈ പറഞ്ഞ ഇൻഫോർമേഷൻ നോക്കിയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അവര് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കമ്പനി ഇങ്ങനൊരു കാര്യം മേടിക്കുന്നത്. അപ്പോ ഈ ഒരു കാര്യം മേടിച്ചത്, കാൽക്കുലേറ്റർ മേടിച്ചത് ഇത് ഏപ്രിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, കാൽക്കുലേറ്റർ മേടിച്ചത് ഏപ്രിലും ഇനി കാർ മേടിച്ചത് മെയ്യിലുമാണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഏപ്രില് കാൽക്കുലേറ്റർ മേടിച്ചു, മെയ്യില് കാർ മേടിച്ചു. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിലില് കാൽക്കുലേറ്റർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു 10 ലക്ഷത്തിന്ന് ഒരു 300 രൂപ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനവായിൽ അമ്പഴങ്ങ എന്ന് പറയുന്ന പോലെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും മാറുന്നത്. ഓക്കെ, ചെറിയൊരു എമൗണ്ട്. ഈ വ്യത്യാസം ആരും ഇങ്ങനെ നോട്ട് പോലും ചെയ്യില്ല. 300 രൂപ കുറഞ്ഞ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അതാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ആദ്യമൊക്കെ ചെറിയ ചെറിയ റീചാർജ് ചെയ്യുന്ന എമൗണ്ട്, അല്ലെങ്കിൽ വണ്ടിയുടെ ഫ്യൂവൽ എക്സ്പെൻസ്, നിങ്ങൾ ചിലപ്പോൾ ബൈക്കിനോ കാറിനൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ പോകെ പോകെ നിങ്ങൾ ഫ്യൂവൽ എക്സ്പെൻസ് ഒരു എക്സ്പെൻസ് അല്ലാതെ കൺസിഡർ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. എക്സ്പീരിയൻസ് ആവുന്നതോറും നിങ്ങളുടെ റിട്ടേൺ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ കമ്പനി മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ എമൗണ്ട്സിനൊന്നും പ്രാധാന്യം കൊടുക്കില്ല. കാരണം ആ ഒരു എമൗണ്ട് ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ ലാഭത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കില്ല. പക്ഷെ ഇപ്പോ മെയ്യിലാണ് കാർ മേടിച്ചത്. അപ്പോൾ മെയ് മാസത്തിലെ ലാഭത്തിൽ നിന്ന് നമ്മളൊരു 3 ലക്ഷം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഒരു വലിയ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ 4,46,00,000 എന്നുള്ള എമൗണ്ടിലേക്ക് കുറഞ്ഞു. ഇങ്ങനെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ. ഇനി വേറൊരു കാര്യം നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലെയും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത് വലിയ എമൗണ്ടുകളാണ്, 20 ലക്ഷം സംതിങ് ഒക്കെ. പക്ഷേ ഏപ്രില് സ്റ്റാർട്ടിംഗ് മന്ത് ആണ്, അത്ര ലാഭം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ മെയ്യില് ഡയറക്റ്റ് ഒരു 12 ലക്ഷമായിട്ട് കുറഞ്ഞു. അതായത് നമ്മുടെ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സീരീസിലുള്ള വളർച്ചയാണ്. എല്ലാ മാസവും ഒരു 5 ലക്ഷം വെച്ച് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ് കമ്പനി പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാറ് മേടിച്ചത്. അപ്പൊ കാറ് മേടിച്ചപ്പോൾ ഡയറക്റ്റ് ഒരു 3 ലക്ഷം കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് കുറഞ്ഞു. ഇതുകൊണ്ടാണ് അസറ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് അക്കൗണ്ടൻസ് ഉണ്ടാക്കിയത്. അതായത് കാറിന്റെ എമൗണ്ട് നോക്കുമ്പോൾ വലിയൊരു എമൗണ്ട് ആണ്. ഈ വലിയ എമൗണ്ട് കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് ഡയറക്ട്ലി കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ വിചാരിക്കും, അതായത് ഇപ്പൊ മെയ് മാസത്തിലെ മാത്രം ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. മെയ് മാസത്തിലെ മാത്രം ഡാറ്റ. അപ്പോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിചാരിക്കും ഈ കമ്പനി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഓരോ മാസവും 5 ലക്ഷം വെച്ച് പ്രോഫിറ്റബിൾ ആകും അല്ലെങ്കിൽ പ്രോഫിറ്റ് ഹൈക്ക് ചെയ്യുന്നതാണ്. പക്ഷെ നെക്സ്റ്റ് മന്തിലേക്ക് വന്നപ്പോ 5 ലക്ഷം വെച്ച് പ്രോഫിറ്റ് ഹൈക്ക് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു 3 ലക്ഷത്തോളം അല്ലെങ്കിൽ 2 ലക്ഷത്തോളം പ്രോഫിറ്റ് ഇവിടെ ഹൈക്ക് ആയിട്ടുള്ളൂ. അതാണ്. അപ്പോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മുടെ കമ്പനി വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അക്കൗണ്ടൻസ് ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടാക്കിയത്. അതായത് ഒരു അസറ്റ് മേടിക്കുകയാണെങ്കിൽ അസറ്റുകൾ ഒരു കൊല്ലത്തേക്ക് മാത്രമുള്ളതല്ല, കുറെ വർഷങ്ങളിലേക്കുള്ളതാണ്. പിന്നെ വലിയ എമൗണ്ടും അതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പോ അസറ്റിനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചിലപ്പോ മുമ്പ് എവിടെയെങ്കിലും വെച്ച് കേട്ടിട്ടുണ്ടാവും, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് വെച്ചിട്ടാണ് ഒരു അസറ്റിന്റെ വാല്യൂ എല്ലാ വർഷവും നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു കാറിന്റെ വില എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണെങ്കിൽ ആ 3 ലക്ഷത്തിന്റെ ലൈഫ്, ഒരു കാറിന്റെ ലൈഫ് എന്ന് പറയുന്നത് 10 കൊല്ലമാണെങ്കിൽ ഡിവൈഡഡ് ബൈ 10, 30,000 രൂപയുടെ കാറാണ് ഒരു വർഷം നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്ത് ഒരു വർഷത്തിലെ ലാഭത്തിൽ നിന്ന് കുറക്കും. അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഡയറക്റ്റ് വലിയ എമൗണ്ട് തന്നെ കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് കുറക്കാനായിട്ട് അക്കൗണ്ടൻസ് സമ്മതിക്കില്ല. അതിന് റീസൺ ആണ് ഇപ്പോ ഈ പറഞ്ഞത്. ഡയറക്റ്റ് നമ്മൾ ഒരു വലിയ എമൗണ്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാഭത്തിൽ നിന്ന് അത്രയും വലിയൊരു എമൗണ്ട് ആയിരിക്കും കുറയുന്നത്.
അത്രയും വലിയ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് വെട്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാം. പക്ഷെ അതിനും കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ അസറ്റിന് ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് ടാക്സ് വെട്ടിക്കുന്നതിന് കുറെ പ്രശ്നങ്ങളുണ്ട്. അല്ലാത്ത ഗതിയിൽ നോർമലി എല്ലാ കസ്റ്റമേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒക്കെ ചിന്തിക്കുന്നത് പ്രോഫിറ്റിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കമ്പനി നഷ്ടത്തിലാവുകയാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ മൂല്യം അല്ലെങ്കിൽ ഡിമാൻഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ജനറലി ഉള്ള ലോജിക്ക്. അപ്പൊ അതുകൊണ്ടാണ് അക്കൗണ്ടൻസ് ഫോളോ ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതിന്റെ അർഹിക്കുന്ന പ്രാധാന്യത്തിൽ റെക്കോർഡ് ചെയ്യും. പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ എഴുതും. അതായത് 300 രൂപ പോയി കഴിഞ്ഞാലും അത് നമ്മൾ 300 രൂപ പോയി എന്ന് പറഞ്ഞ് എഴുതും. പക്ഷെ അർഹിക്കുന്ന പ്രാധാന്യത്തിലായിരിക്കും എഴുതുന്നത്. അതിനെ ഒരു സ്വത്ത് എന്ന് പറഞ്ഞ് വലുതായിട്ട് കാണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. 300 രൂപ പോയി, അത്രയും ഉള്ളൂ. അല്ലാതെ 30 ലക്ഷത്തിന്റെ സാധനം മേടിച്ചു എന്നുള്ള പ്രാധാന്യം 300 രൂപ പോയതിന് കൊടുക്കില്ല. എല്ലാനും നമ്മൾ രേഖപ്പെടുത്തും, പക്ഷെ അർഹിക്കുന്ന പ്രാധാന്യത്തിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ മണി മെഷർമെന്റ് കൺസെപ്റ്റിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അല്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും കമ്പനിയിൽ, അതൊന്നും ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അതൊന്നും നിങ്ങൾ പോയി അന്വേഷിക്കേണ്ട കാര്യവുമില്ല. അതായത് ഒരു കമ്പനിയിൽ പല സ്റ്റാഫുകൾ ഉണ്ടാവും. ഒരു സ്റ്റാഫും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരുടെ ലോയൽറ്റി, സിൻസിയറിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി അന്വേഷിക്കരുത്. കഴിഞ്ഞ കൺസെപ്റ്റ് പറഞ്ഞ കാര്യം തന്നെ. റുപ്പീസിൽ അളക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ദിർഹംസ് അല്ലെങ്കിൽ ഡോളറിലൊക്കെ അളക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതായത് ഈ ഗുഡ് വില്ല് പോലുള്ള കുറച്ച് കാര്യങ്ങൾ, അത് ചില സ്പെഷ്യൽ കേസസ് ആണ്. മെയിൻ ആയിട്ട് നിങ്ങളിപ്പോ ചിന്തിക്കേണ്ടത് ക്യാഷിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ റെക്കോർഡ് ചെയ്യാം. ഓക്കെ. ഇനി നിങ്ങൾ അറിയാതെ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുള്ള ഒരു കാര്യം, അതായത് നിങ്ങൾ ഫീസ് കറക്റ്റ് ആയിട്ട് പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനം ഇതേപോലെ തന്നെ നിലനിൽക്കും. ഫീസ് കറക്റ്റ് ആയിട്ട് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പതിയെ പതിയെ ഓരോ സ്ഥാപനവും ഇങ്ങനെ താന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിന് നിലനിൽപ്പുള്ളൂ. കസ്റ്റമേഴ്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെയും ആ കമ്പനി ഉണ്ടാവും എന്നുള്ള ഒരു അസംഷനിലാണ്. അതായത് ഇപ്പൊ നിങ്ങളിവിടെ ഫീസ് വന്നിട്ടുള്ളത് നാളെ നിങ്ങൾ വരുമ്പോഴും ഇവിടെ തുറക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും എന്നുള്ള ഒരു അസംഷനിലാണ്. അതിനെയാണ് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്. നാളെനെ പറ്റിയുള്ള ചിന്ത വളരെ ചുരുക്കം ജീവികൾക്കുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള കുറെ ജീവികൾക്ക് ഇന്നത്തെ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിനാണ് നാളെനെ പറ്റിയുള്ള ചിന്ത ഉള്ളത്. അപ്പോ അക്കൗണ്ടിങ്ങിലുള്ള ഒരു അസംഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് കുറച്ചു നാൾ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു അസംഷൻ. എന്ന് വെച്ച് ബിസിനസ് എക്കാലവും ഉണ്ടാകും എന്നുള്ള രീതിയിൽ പറയുന്നില്ല. അതായത് ബിസിനസ് ചിരംജീവിയല്ല, എല്ലായ്പ്പോഴും ബിസിനസ് ഉണ്ടാകും എന്ന് പറയുന്നില്ല. കുറച്ചു നാൾ ഉണ്ടാവും, ബിസിനസ് സ്ഥാപനങ്ങളും കൂട്ടാം. ഇപ്പൊ നിങ്ങളിവിടെ പുറത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല കമ്പനീസ്, ഓഫീസുകൾ ഷട്ടറിട്ട് കിടക്കുന്നതാണ്. കാരണം അതൊക്കെ കൂട്ടിയ കമ്പനീസ് ആയിരിക്കും. അപ്പോ അങ്ങനെ കമ്പനികൾ കൂട്ടാം. പക്ഷെ ജനറലി ഉള്ള ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെയും കമ്പനി ഉണ്ടാകും. ഇനി ഇതിന്റെ ബേസിസിലാണ് കടമായിട്ട് കൊടുക്കുന്ന ആക്ടിവിറ്റി, കടമായിട്ട് മേടിക്കുന്ന ആക്ടിവിറ്റി, ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായത്. അതായത് നാളെയും ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടാകും എന്നുള്ള ഒരു അസംഷനിലാണ് ഈ ഒരു ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി ഇവിടെ താഴെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ബിസിനസിന്റെ ഓണർ മരിക്കുകയോ റിട്ടയറോ ചെയ്യുകയാണെങ്കിൽ ബിസിനസ് അതിന്റെ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യും. കാരണം വേറൊരാള് അതിനെ ഏറ്റെടുക്കും. ഇവിടെ താഴെ ഒരു ഇമേജ് കിടപ്പുണ്ട്. ഇങ്ങനെ ഒരു റിലേ മത്സരം പോലെയാണ് ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്. അതായത് ഒരു ബിസിനസിന്റെ ഒരു ഓണർ പോയി റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ആള് വരും. അങ്ങനെയാണ് ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാളെയും ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടാകും എന്നുള്ള അസംഷനിലാണ് എല്ലാ കമ്പനീസും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഇതിന്റെ ബേസിസിലാണ് കടമായിട്ടുള്ള സെയില്, കടമായിട്ടുള്ള പെർച്ചേസ്, കടം മേടിക്കുന്ന കാര്യം ഇതൊക്കെ വന്നത്. നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ള അസംഷനിൽ. അപ്പൊ നിങ്ങളും
ഈ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങളും നാളെനെ പറ്റി ചിന്തിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കൺസേൺ നിങ്ങൾ അറിയാതെ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണിത്. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ അന്നേരം ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഞാൻ ആ ഒരു ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ക്യാൻ യു എക്സ്പ്ലെയിൻ എക്രൂവൽ കൺസെപ്റ്റ് എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ആ ഒരു കൺസെപ്റ്റ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇതിൽ പറയുന്ന കാര്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ. ഇതാണ് അതിന്റെ ബേസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അതായത് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് whenever they are earned or incurred. അതായത് എക്സ്പെൻസും ഇൻകവും ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് നിങ്ങൾ മറന്നു പോകും. അതായത് ഇപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനൊരു അനുഭവം. അതായത് ഇപ്പോ നമ്മൾ വീട്ടിൽ നിന്നൊരു കാര്യം പറഞ്ഞു വിട്ടു, ഒരു സാധനം മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കറങ്ങി തിരിഞ്ഞ് അവസാനം തിരിച്ചു വീട്ടിലെത്തുമ്പോഴായിരിക്കും ആ കാര്യം നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഈ മറവി എന്ന് പറയുന്ന പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. നമ്മളുടെ വീട്ടിൽ വെച്ച് നമ്മൾ മറവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുഴപ്പമില്ല. അതായത് ഇപ്പോ നമ്മൾ വീട്ടില് ഹോമില് നമ്മൾ കുറേം കൂടി കംഫർട്ടബിൾ ആണ്, മറന്നാലും പ്രശ്നമില്ല. പക്ഷെ ഒരു കമ്പനീനെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചു കഴിയുമ്പോൾ മറവി ഒരു ഭയങ്കര പ്രശ്നം. അതായത് ഇപ്പോ ഇവിടത്തെ കേസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഒരു ദിവസം വരുന്ന സമയത്ത് ഇവിടെ കറണ്ട് ഇല്ല, കാരണം KSEB ബില്ല് അടച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്നത് ഒരു ദിവസത്തെ ക്ലാസ് നഷ്ടം. ഓക്കെ, ആ ഒരു ദിവസത്തെ റവന്യൂ. ഇനി ഒരു നോർമൽ ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ബില്ല് അടച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ സാധനങ്ങൾ കൊടുക്കുന്നു വാങ്ങുന്നു, ആ രീതിയിലുള്ള ബിസിനസ് ആണെങ്കിലും ചെറിയ രീതിയിൽ നഷ്ടം വരും. കാരണം കസ്റ്റമേഴ്സ് വിചാരിക്കും പോകണം, കറണ്ട് ഇല്ല, അപ്പൊ കയറിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് കസ്റ്റമേഴ്സ് പോകും. ഇനിയിപ്പോ ഒരു ഹോട്ടൽ, ഷെയ്ക്ക് പാർലർ പോലുള്ള കടകളാണെങ്കിൽ അങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കച്ചവടം നടക്കില്ല, ലാഭം വളരെ കുറയും. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ലോജിക്. അപ്പൊ മറവി എന്ന് പറയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. മെയിൻ ആയിട്ടുള്ള 2 പോയിന്റ് എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണമാണ്. റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ പോയി റെക്കോർഡ് ചെയ്യണം. പൈസ കൊടുത്തോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ള ലാസ്റ്റ് ഇരിക്കുന്ന ആളുടെ പേരെന്താണ്? ഏറ്റവും ലാസ്റ്റ് ഫൈസൽ. കേട്ടില്ല? വൈഷ്ണവ്. ഓക്കെ, വൈഷ്ണവിനെ ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടായില്ലേ? ഇല്ലേ? ഇനി ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഗ്രൂപ്പിലേക്ക് ആഡ് ആവാനുണ്ടോ? സിദ്രനെ ആഡ് ചെയ്തത് ഇന്നലെ കഴിഞ്ഞ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത്. ഓക്കെ, അപ്പോ വൈഷ്ണവ്, വീട്ടില് കറണ്ട് ബില്ല് അടക്കാറായി എന്നറിയുന്നത് വൈഷ്ണവ് എപ്പോഴാണ്? ആര്? ഓക്കെ, ജിപേയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ. ഓക്കെ, അതാണ് ഫസ്റ്റ്. അതായത് നമ്മളെ പോലുള്ളവർ ചിലപ്പോൾ ജിപേയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയും. ഇനി വീട്ടുകാരറിയുന്നത് എങ്ങനെയാണ്? ഓക്കെ, അശ്വന്ത് ഇവിടെ ഉണ്ട്. അശ്വന്ത് യെസ്. വീട്ടുകാരറിയുന്നത് എങ്ങനെയാണ്? ബില്ല് വരുമ്പോ ആണ് വീട്ടുകാര് അറിയുന്നത്. അതായത് KSEBയുടെ കൺസെപ്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു മീറ്റർ റീഡർ ഉണ്ടാവും. ആ മീറ്റർ റീഡർ വരുമ്പോ മീറ്റർ റീഡിങ് നടത്തും, എന്നിട്ടാണ് ആ ബില്ല് തരും. ബില്ല് തരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു ചെലവ്, ഓക്കെ ഈ മാസത്തെ ഒരു ചെലവായി KSEBയുടെ ബില്ല് എന്നായിരിക്കും അവര് പറയുന്നത്. ഓക്കെ, പക്ഷെ അവരും ഫോളോ ചെയ്യുന്നത്, അതായത് നമ്മൾ പോലും അറിയാതെ ഫോളോ ചെയ്യുന്നത് ഈ ഒരു എക്രൂവൽ എന്നുള്ള കൺസെപ്റ്റ് ആണ്. അതായത് ബില്ല് കിട്ടിയപ്പോ തന്നെ ചെലവായി എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിലെ കൺസെപ്റ്റ്. നെക്സ്റ്റ് താഴത്തെ പോയിന്റ് വായിച്ചു നോക്കുക. ഇറസ്പെക്റ്റീവ് ടു ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓർ പേയ്മെന്റ്, പൈസ കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണ്ട. ഓക്കെ, അതായത് KSEBയുടെ ബില്ല് കിട്ടുമ്പോൾ തന്നെ പൈസ ആരും കൊടുക്കുന്നില്ല. മീറ്റർ റീഡറിന്റെ കയ്യിലേക്ക് പൈസ കൊടുക്കുന്ന സിറ്റുവേഷൻസ് വളരെ കുറവാണ്. ഡയറക്റ്റ് ഒന്നല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ KSEBയുടെ ഓഫീസിൽ പോയിട്ടോ അല്ലെങ്കിൽ ഫോൺ പേ, Paytm ഏത് ആപ്പ് വെച്ചിട്ടായാലും നമുക്ക് ഇപ്പോ പേയ്മെന്റ് ചെയ്യാം. പേയ്മെന്റ് നടക്കുന്നത് പിന്നീട് ഒരു ദിവസമായിരിക്കും. പക്ഷേ
നമ്മളെ കറണ്ട് ബില്ല് അടക്കണം എന്നുള്ളത് നമുക്ക് ഗൂഗിൾ പേയിൽ നോട്ടിഫിക്കേഷൻ വരും. കമ്പനിയിലെ കറണ്ട് ബില്ല്, ഫോൺ റീചാർജ്, നെറ്റ് റീചാർജ്, അതിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും ചിലപ്പോൾ നമുക്ക് വരില്ല. നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് എവിടെയെങ്കിലും എഴുതി വെക്കാം. ബില്ല് കിട്ടുമ്പോൾ തന്നെ അതിനെ എഴുതി വെക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ അല്ലെങ്കിൽ കമ്പനിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന്റെ ബേസിസിലാണ് ഈ ഒരു കൺസെപ്റ്റ് അവർ ഉണ്ടാക്കിയത്. അതായത് മറവി ഉണ്ടാവാതിരിക്കാൻ. ചെലവുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെലവുണ്ടായി എന്നറിയുന്നത് അതിന്റെ ബില്ല് കിട്ടുമ്പോഴാണ്. ബില്ല് കിട്ടുമ്പോൾ തന്നെ ആ ഒരു കാര്യം എടുത്ത് എഴുതാം. പൈസ കൊടുത്തോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇല്ല. അതാണ് ഈ ഒരു എക്രൂവൽ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ താഴെ ഒരു പോയിന്റ് കിടപ്പുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കി. ഹാഷിമി ഇവിടെ ഉണ്ട്. ഹാഷിമി, ഓക്കെ, ഇതൊന്ന് എനിക്ക് വായിച്ചിട്ട് മലയാളത്തിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണം. ഹാഷിമി, ഹാഷിമി, മുഹമ്മദ് ഹാഷിമി. അയ്യോ, ഇവിടെ വരാം. ഓക്കെ, മുഹമ്മദ് ഹാഷിം. അസ്ലം എവിടെ ഉണ്ടോ? അസ്ലം, ഓക്കെ. നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഹാഷിം ഒരു കാര്യം ചെയ്യും. ഈ ഡേയ്സ് വരെ ഒന്ന് മലയാളത്തിൽ ഒന്ന് പറഞ്ഞത്. ഷോപ്പ് കീപ്പേഴ്സ് ഡേയ്സ് എന്ന് പറയുമ്പോൾ താഴെ ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ, ഓക്കെ. ഇനി ശ്രീനന്ദ് ഇവിടെ ഉണ്ടോ? ശ്രീനന്ദ്, ഓക്കെ. ഒരു കാര്യത്തിന്റെ മലയാളം അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കും ഇങ്ങനെയുള്ള സെന്റൻസ്? ഏതാ? അതായത് ഇതിന്റെ ഇപ്പൊ മലയാളം വേണം, എന്ത് ചെയ്യും? എന്തൊക്കെ വഴികളുണ്ട്? ഓക്കെ, ഗൂഗിൾ ട്രാൻസ്ലേഷൻ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോ അയക്കുന്ന PDF എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തിട്ടോ ഗൂഗിൾ ചെയ്തിട്ടോ സെർച്ച് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇനി ശ്രദ്ധ മറിയം ഇവിടെ ഉണ്ടോ? ഓക്കെ, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു. ഓക്കെ, ശ്രദ്ധ എന്തായി? ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച്. സിനാൻ, അടുത്ത സിനാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അവർ. ഓക്കെ, തിരിച്ചു കൊടുക്കാം. ഓക്കെ, അതായത് ചില വാക്കുകളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോ റീപേ, ക്യാഷ് സെയില് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാക്കുകൾ ഉണ്ടാവും. ആ വാക്കുകളിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഗൂഗിൾ ചെയ്യാം. അതായത് ക്യാഷ് സെയില് എന്ന് പറയുന്നത് ക്യാഷ് വിൽക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്ന സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഒരു കാര്യം വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. അതിനി റീപേ എന്ന് പറയുന്ന വാക്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇനി ഇവിടുത്തെ സിറ്റുവേഷൻ, ഒരു ഷോപ്പ് കീപ്പർ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് ഗുഡ്സ് സെയിൽ ചെയ്തു. അയാള് 30 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇതാണ് എല്ലാ ബിസിനസ്സിലും നടക്കുന്നത്. അതായത് കടമായിട്ടുള്ള സെയിലും പെർച്ചേസും ആയിരിക്കും എല്ലാ ബിസിനസ്സിലും നമ്മൾക്ക് കൂടുതലും ഉണ്ടാവുന്നത്. അപ്പോ ഈ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതായത് എക്രൂവൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞു പോകുന്നത്. ഈ കൺസെപ്റ്റ് അനുസരിച്ച് അക്കൗണ്ടന്റ് 30 ദിവസം കാത്തിരിക്കില്ല കച്ചവടം ഉണ്ടായി അല്ലെങ്കിൽ വരുമാനം ഉണ്ടായി എന്ന് രേഖപ്പെടുത്താനായിട്ട്. കാരണം 30 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇയാളുടെ കാര്യം മറന്നു. അപ്പോ
ഇയാൾക്ക് സാധനം കൊടുക്കുന്ന മൊമെന്റിൽ തന്നെ കമ്പനിയിൽ കച്ചവടം ഉണ്ടായി എന്ന് പറഞ്ഞായിരിക്കും അക്കൗണ്ടന്റ് രേഖപ്പെടുത്തുന്നത്, ഇറസ്പെക്റ്റീവ് ടു ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് പേയ്മെന്റ്. പൈസ കിട്ടിയോ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ സാധനം കൊടുത്തിട്ടുണ്ടോ, വരുമാനം അവിടെ ജനറേറ്റ് ആയി. ഇനി ആ വരുമാനം ക്യാഷ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ആ ഒരു ക്യാഷ് ആയിട്ട് കിട്ടാനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത് നോക്കാനുള്ള ആൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാം. അതായത് ഇയാളിൽ നിന്ന് എമൗണ്ട് റിയലൈസ് ചെയ്യണം എന്നുള്ള ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്നാലേ കമ്പനി വളരൂ. അതിൽ നിന്നാണ് ഈ ഒരു അക്രൂവൽ എന്നുള്ള കൺസെപ്റ്റ് ഡെവലപ്പ് ആയത്. ഓക്കെ, അപ്പോ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? എക്രൂവൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു പോകും. അന്നേരം ഈ ഒരു രീതി, അതായത് ഇതൊക്കെ ശരിക്കും പറയാൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് വളരെ എളുപ്പമായിരിക്കും. റോഡിന്റെ കുറെ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ബൈ ഹാർട്ട് പഠിച്ച് അക്കൗണ്ടിങ് നിങ്ങൾക്ക് നരക തുല്യമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി പോകാം. ഇനി നെക്സ്റ്റ് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ സിനാന് തരുന്ന ടാസ്ക് ആണ്. ഓക്കെ, ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ. മലയാളം. ഓക്കെ, എസെൻഷ്യലിന്റെ മലയാളം എന്താ? ഓക്കെ, അത്യാവശ്യമായിട്ടുള്ളൊരു ഭാഗം. ഓക്കെ ഓക്കെ, പരസ്പരം മാറ്റാനായിട്ട് കഴിയില്ല. ഓക്കെ, ഏതാ? കേട്ടില്ല. അല്ല, എന്താ പറഞ്ഞ? നിതിൻ. നിതിൻ എന്താ പറഞ്ഞത്? മിഥിലാജ് എന്താ പറഞ്ഞത്? സീൻസ്. ഓക്കെ, എനിക്ക് രണ്ടുപേര് കിട്ടി, മിഥിലാജ് സിനാനും. ബാക്കിയുള്ളവരുടെ പേര് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് എടുത്തോളാം കേട്ടോ. ഓക്കെ, അപ്പോ ഇതില് മാച്ചിങ് കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇതില് വേറൊരു കൺസെപ്റ്റിന്റെ കാര്യം കൂടി പറയുന്നുണ്ട്, അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് കൂടി പറയുന്നുണ്ട്. എന്താണ് അക്കൗണ്ടിങ് പീരിയഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒരു കാലാവധി ഉണ്ടാകും. ഓക്കെ, അതായത് ഇവിടെ ഇപ്പൊ ഞാൻ കുറച്ച് മാസങ്ങൾ ഏപ്രിൽ മുതൽ മാർച്ച് വരെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു സീരിയൽ നമ്പർ ഇട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് മന്ത്, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ മാർച്ചിലെത്തുമ്പോൾ അത് 12ാമത്തെ മാസം. ടോട്ടൽ 12 മാസങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്. നമ്മൾ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലിൽ, അവസാനിക്കുന്നത് മാർച്ചിലായിരിക്കും. ഓക്കെ, അപ്പോ ഒരു ബിസിനസിന്റെ ലൈഫ് നമ്മൾ നേരത്തെ ഗോയിങ് കൺസേൺ എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. 12 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 13, 14 അങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇനിയിപ്പോ മാർച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മാർച്ച്, ഏപ്രിൽ, അങ്ങനെ 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 പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഇതിങ്ങനെ നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുകയാണ്. അതായത് ബിസിനസിന്റെ ലൈഫ് ഇൻഡെഫിനിറ്റ് ആണ്, എത്ര നാള് ബിസിനസ് ഉണ്ടാകും എന്നിങ്ങനെ പറയാൻ പറ്റില്ല. ഇനി നമ്മളെല്ലാവരും ന്യൂ ഇയറിന്റെ ഒക്കെ സമയത്ത് ഒരു റെസൊല്യൂഷൻ എടുക്കും, ഈ വർഷം മുതൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഈ വർഷം മുതൽ ജിമ്മിൽ പോകും, ഈ വർഷം മുതൽ രാവിലെ എഴുന്നേക്കും, ഈ വർഷം മുതൽ ഇങ്ങനെ കാര്യം ചെയ്യും, ഈ വർഷം മുതൽ കുറെ കാര്യങ്ങൾ നല്ലതൊക്കെ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെയാണ് നമ്മളെല്ലാ ന്യൂ ഇയറും കാണുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ഇയർ ആവുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പൊ ഒരു ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി കഴിയുമ്പോൾ പ്രശ്നങ്ങൾ വേഗം തന്നെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് ഇൻകം ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോ ഇവിടെ പല മന്ത്സ് കിടപ്പുണ്ട്, നമ്മൾ സ്റ്റാർട്ടിങ് ഏപ്രിലാന്ന് വിചാരിക്കാം.
അതായത് ഇപ്പോ ഏപ്രിൽ മന്തില് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുക. അതായത് ഇപ്പൊ നിങ്ങള് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരായിരിക്കും. അതായത് ഇവിടെ ഇൻസ്റ്റയുടെ, അതായത് എറണാകുളത്തുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും, അത് CA CMA ഏത് കോഴ്സ് ആയാലും അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആഡ് കൊടുക്കും. ഇൻസ്റ്റയില് പ്രൊമോഷൻ ആയിട്ട് കൊടുക്കും. അപ്പൊ ഇൻസ്റ്റയില് പ്രൊമോഷൻ ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ കയറുമ്പോൾ നമ്മളുടെ ഏജ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇൻസ്റ്റയിൽ നമ്മൾ ആഡ് കൊടുക്കുമ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ആഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം വല്ല റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ആഡ് വരും. ഓക്കെ, അതാണ് ഇതിന്റെ പുറകുള്ള ലോജിക്. അപ്പോ ഏപ്രിലില് ഇപ്പോ ഞങ്ങൾ നോക്കിയപ്പോ ഏപ്രിലില് അധികം വോക്കിൻസ് വന്നില്ല. അതായത് ഏപ്രിലില് സ്റ്റുഡന്റ് എൻക്വയറി അധികം വന്നില്ല. അതെന്തുകൊണ്ടാണ് അപ്പൊ ചെക്ക് ചെയ്യണം. അതെന്തുകൊണ്ടാണെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഏപ്രിലില് ഞങ്ങൾ പ്രൊമോഷൻ നടത്തിയത് ഫേസ്ബുക്കിലായിരുന്നു. നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലായിരിക്കും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷേ ഇത് അപ്പോ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഏപ്രിലില് ഫേസ്ബുക്കിൽ ആഡ് കൊടുത്തു, മെയ്യിലും ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കും, ജൂണിലും ആഡ് കൊടുക്കും, അങ്ങനെ ഇതിങ്ങനെ കൊണ്ടിരിക്കും. അപ്പോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ റിവ്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കമ്പനി നഷ്ടത്തിലായിരിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഫണ്ട് ഇറക്കുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്ത് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളിപ്പോ കുറെ പേര് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെങ്കിൽ തുടങ്ങുമായിരിക്കും. അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് റിട്ടേൺ കിട്ടണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലായിരിക്കും. അപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നഷ്ടം നിങ്ങൾക്ക് കുറക്കാം. അങ്ങനെയാണ് ബിസിനസിന്റെ ജനറൽ ലോജിക്. അതായത് ഇപ്പോ നിങ്ങളുടെ പലരും കോഴിക്കോട് നിന്നൊക്കെ വരുന്നവരുണ്ടാവും. കോഴിക്കോടൊക്കെ ഉണ്ടാവുന്ന, അതായത് കോഴിക്കോട് പിന്നെ ഈ എറണാകുളം ഭാഗത്തൊക്കെ വർഷങ്ങളായിട്ട് കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. അവർ ഈ പറഞ്ഞ അക്കൗണ്ടിങ്ങും മാർക്കറ്റിങ്ങും MBA അതൊന്നും എടുക്കാതെയാണ് കച്ചവടം നടത്തുന്നത്. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു കച്ചവട തന്ത്രമുണ്ട്. അതായത് എല്ലാ ദിവസവും കുറച്ച് നാളത്തെ പ്രശ്നങ്ങളിൽ നിന്ന് പഠിച്ചിട്ടാണ് അവര് വളരുന്നത്. അതേപോലെ അതേ ലോജിക്ക് തന്നെയാണ് അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്നത്. ഓരോ കാലഘട്ടത്തെയും പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാലഘട്ടം കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അക്കൗണ്ടന്റുമാര് ഉണ്ടാക്കിയത്. ഈ അക്കൗണ്ടിങ് പീരിയഡിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിസിനസിന്റെ ലൈഫിനെ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ മാസങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 12 മാസങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ മാസങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഓരോ മാസവും നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ടുകൾ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 12 മാസങ്ങൾ കൂടിച്ചേരുന്ന ഒരു വർഷം എന്നുള്ള രീതിയിൽ ഓക്കെ, ഇതിനെ ഫിനാൻഷ്യൽ ഇയർ റിപ്പോർട്ടാക്കി മാറ്റാം. അതായത് ഒരു വർഷത്തിലെ റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. 12 മാസത്തെ ഒരു കാലാവധി, അതിനെയാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു 1 2 3 4 5 6 ഇതിനെ ഹാഫ് ഇയർ എന്ന് വിളിക്കാം. ഇത് ഫസ്റ്റ് ഹാഫ് ആയിട്ട് വരും, ഇത് സെക്കൻഡ് ഹാഫ് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ നമുക്ക് 2 ഹാഫ് ആയിട്ട് വിടാം. 3 4 5 6 1 2 3 4 5 6 ഓക്കെ, അങ്ങനെ 2 ഹാഫ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് വർഷത്തില് റിപ്പോർട്ടുകൾ എടുക്കാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാം. 2 ഹാഫ് ആയിട്ട് നമുക്ക് കമ്പനിയുടെ റിപ്പോർട്ട്സുകൾ അനലൈസ് ചെയ്യാം. ഇനി അത് പോരാതെ നമുക്ക് വേണമെങ്കിൽ ക്വാർട്ടർലി റിപ്പോർട്ട് എടുക്കാം. ഇപ്പോൾ ഇത് ഫസ്റ്റ് ക്വാർട്ടർ, അടുത്ത 3 മാസം കൂടുമ്പോൾ സെക്കൻഡ് ക്വാർട്ടർ, അടുത്ത 3 മാസം കൂടുമ്പോൾ തേർഡ് ക്വാർട്ടർ. ഓക്കെ, ഓക്കെ, ഈ രീതിയിൽ ക്വാർട്ടേഴ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പനിയുടെ റിപ്പോർട്ടുകൾ എടുക്കാം. അപ്പോ ഇതിനെയാണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസിന്റെ ലൈഫിനെ നമ്മൾ ഇങ്ങനെ സെഗ്മെന്റുകളായിട്ട് തിരിക്കുന്നു. അതാണ് അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും
പടം വരച്ച് കാണിച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം, ഈ ഒരു വാക്ക് പറയാനായിട്ട്. അതായത് അക്കൗണ്ടിങ് പീരിയഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ബിസിനസിന്റെ ലൈഫിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്നു. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ സോൾവ് ചെയ്ത് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, അതാണ് ഒരു അക്കൗണ്ടന്റിന്റെ കർത്തവ്യം. ഇനി അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റിന്റെ ബേസിസിലാണ് മാച്ചിങ് കൺസെപ്റ്റ്. നമ്മളുടെ മെയിൻ കൺസെപ്റ്റ് ഇതാണ്, മാച്ചിങ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. മാച്ചിങ് കൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴത്തെ 2 പോയിന്റ് ആണ്. ഒരു അക്കൗണ്ടിങ് പീരിയഡിലെ ചെലവുകൾ ആ അക്കൗണ്ടിങ് പീരിയഡിലെ വരവുകളായിട്ട് തന്നെ മാച്ച് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇതിന്റെ റിസൾട്ടിനെയാണ് നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ലോജിക്കിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിൽ എക്സ്പെൻസുകൾ ഉണ്ടാകും. എക്സ്പെൻസ് എന്ന് വെച്ചാൽ ചെലവ്. ഇൻകംസ് ഉണ്ടാകും. ഓക്കെ, ഒരു നല്ല സിറ്റുവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണ്. അപ്പൊ തൽക്കാലം ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് ഒരു 10 ലക്ഷം കമ്പനിയുടെ ഫസ്റ്റ് മന്തില് റവന്യൂ, ഓക്കെ, ഈ രീതിയിലാണ് കമ്പനിയുടെ എക്സ്പെൻസുകളും ഇൻകംസും പോകുന്നത് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഇനി ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വരവിന്ന് ചെലവിനെ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അതായത് ഈ 10 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓരോ മാസത്തെയും പ്രോഫിറ്റ് ഇവിടെ നോക്കുമ്പോൾ 5 ലക്ഷം വെച്ചിട്ടാണ് എനിക്ക് എല്ലാ മാസവും പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ കൊല്ലത്തെ റിസൾട്ട്. ഒരിക്കലും ഇത് അടുത്ത കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതായത് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് 2024 റിസൾട്ടാണ്. ഒരിക്കലും ഇത് 2025 ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ ഒരു റൂൾ. അതായത് ഇനിയിപ്പോ അടുത്ത കൊല്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് 2025 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഈ 2025 എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ പ്രതീക്ഷയിലൂടെയും പുതിയ കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും 2024 കാര്യങ്ങൾ 2025 സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതായത് 2025 ഏപ്രിൽ എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതായത് തുടക്കത്തിലെ മാസത്തില് 0 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരികയാണെങ്കിൽ മാത്രം അവിടെ എടുത്തെഴുതാം. ഒരിക്കലും ഈ വർഷത്തെ കാര്യങ്ങൾ, ഈ വർഷത്തെ എക്സ്പെൻസും ഇൻകംസും ഒരിക്കലും അടുത്ത വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടില്ല. ഇതാണ് അക്കൗണ്ടിങ്ങിലെ ആ ഒരു മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ വർഷത്തിലെ എന്തെങ്കിലും എക്സ്പെൻസും ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ പരസ്പരം വെട്ടിത്തീർത്ത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അത് നമുക്ക് വേണമെങ്കിൽ അടുത്ത വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ലാഭം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓണർക്കുള്ളതാണ്. ഓണർക്ക് തീരുമാനിക്കുക അത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഓണർക്ക് വിഡ്രോ ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതാണ് ആ ഒരു മാച്ചിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കൺസെപ്റ്റ് ആണ് ഏറ്റവും ലാസ്റ്റ് കൺസെപ്റ്റ്. നമ്മൾ ഇനി നാളെ മുതൽ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു കൺസെപ്റ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ അക്കൗണ്ടിങ് ഒരു ബ്രീത്തിങ് പോലുള്ള ഒരു ആക്ടിവിറ്റി ആണ്. ഒരു ബ്രീത്ത് ഇൻ ഉണ്ടെങ്കിൽ ഒരു ബ്രീത്ത് ഔട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ എന്ത് ബിസിനസ് ട്രാൻസാക്ഷൻ നിങ്ങളുടെ കൺമുന്നിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിലുണ്ടാകുന്ന 2 എഫക്റ്റുകൾ എന്താണ് എന്ന് അസ്യൂം ചെയ്ത് എഴുതലാണ് നിങ്ങളുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഇതിൽ പറയുന്ന കാര്യം, എല്ലാ ട്രാൻസാക്ഷനും ഡ്യുവൽ എഫക്റ്റ് ഉണ്ടാകും. അതായത് 2 സ്ഥലത്ത് ഇതിനെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഇതിന്റെ ബേസിസിലാണ് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ കാര്യം വരുന്നത്.
ഓക്കെ, മിഥിലാജ് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നെ. അതെ അതെ. ഓക്കെ, മിഥിലാജിന്റെ ഫ്രണ്ട് ആരാ? പേരെന്തായിരുന്നു? എല്ലാ ട്രാൻസാക്ഷൻ പേര് ഹാഷിം. ഓക്കെ, രണ്ട് സ്ഥലങ്ങളിലായിട്ട് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതാണ് ആ ഒരു ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. രണ്ട് സ്ഥലത്ത് പോയിട്ട് റെക്കോർഡ് ചെയ്യുക. നിങ്ങളുടെ ആദ്യത്തെ കുറച്ച് നാളത്തെ ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ എടുത്ത് ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് റെക്കോർഡ് ചെയ്യണം. അതാണ് നിങ്ങളുടെ ആദ്യത്തെ കുറച്ച് നാളത്തെ ടാസ്ക്. കാരണം ഇതിൽ നിന്നാണ് നിങ്ങളോട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചോദിക്കാനുള്ള ചാൻസ് ആണ്. ഇതാണ് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട്. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഡ്യുവാലിറ്റി കൺസെപ്റ്റിൽ നിന്നാണ് ആ ഒരു ഇക്വേഷൻ വരുന്നത്. നിങ്ങൾ ഏത് ട്രാൻസാക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എപ്പോഴും അസറ്റ് ലയബിലിറ്റിക്കും ക്യാപിറ്റലിനും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നൊക്കെ പറയും. ചില ഇന്റർവ്യൂസിന് ഫ്രഷേഴ്സിനോട് ഇന്റർവ്യൂവേഴ്സ് വേറെ പ്രത്യേകിച്ച് ചോദിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. അതായത് എന്താണ് അക്കൗണ്ടിങ്ങിന്റെ ഇക്വേഷൻ, നിങ്ങൾക്കത് അറിയാമോ, എന്തിന്റെ ബേസിസിലാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇനി ഇതിൽ നിന്നാണ് ഈ പറഞ്ഞ ഡെബിറ്റ് ക്രെഡിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. തൽക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോ ഒരു അസസ്മെന്റ് തരാം. ഇക്വേഷൻ ഇത് വേണ്ട. ഓക്കെ, അതായത് ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണാം. അപ്പോ നിങ്ങളുടെ ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഓരോ ട്രാൻസാക്ഷൻസും എടുത്തെഴുതാം. അമിത്തിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി, ലോണായിട്ട് കിട്ടി. പവന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് മേടിച്ചു, പവന് ക്യാഷ് കൊടുത്തു, വീണ്ടും ക്യാഷിന് സാധനങ്ങൾ വിറ്റു, സാലറി കൊടുത്തു, ഡിവിഡൻഡ് ചെക്ക് വഴി കിട്ടി. ഇനി ഇതുപോലുള്ള വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, ഡിവിഡൻഡ് എന്ന് പറഞ്ഞ വാക്കുണ്ടെങ്കിൽ, അതായത് ഡിവിഡൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടും, അതിനെ പലിശ എന്ന് പറയും. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഡിവിഡൻഡ്. ഇനി മെഷീനറി മേടിച്ചു സുപ്രിയ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിനാണ് മേടിച്ചത്. ഓക്കെ, ഇങ്ങനെ പല ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇപ്പോ ഏകദേശം 3, 4, 5, 6, 7 ഏകദേശം ഒരു 7 ട്രാൻസാക്ഷനോളം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ കൺസെപ്റ്റ് ഇതാണ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. അപ്പോൾ ഈ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിൽ പറയുന്ന കാര്യം, എല്ലാ ട്രാൻസാക്ഷനും ഡ്യുവൽ എഫക്റ്റ് ഉണ്ടാവും, 2 എഫക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചിന്തിക്കാം. ഇതിപ്പോ തൽക്കാലം വേർഡിലോട്ടാക്കാം. ഓക്കെ, അതായത് അമിത്തിന്റെ കയ്യിൽ നിന്ന് ലോൺ കിട്ടി. ഇനി മുതൽ നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിൽ വേണം ചിന്തിക്കാനായിട്ട്. അതായത് അമിത് എന്ന് പറയുന്ന പേഴ്സന്റെ കയ്യിൽ നിന്ന് ലോണായിട്ട് എമൗണ്ട് കിട്ടി. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട എന്തൊക്കെ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. അതായത് ഇവിടെ ഫസ്റ്റ് സംഭവിക്കുന്ന കാര്യം, റിസീവ്ഡ് ക്യാഷ് ₹1000. ഓക്കെ, 1000 രൂപ ക്യാഷ് കിട്ടി. അതാണ് ആദ്യത്തെ സംഭവം. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ ചിന്തിക്കുക, രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. സെക്കൻഡ് കാര്യം എന്തായിരിക്കും രണ്ടാമത്തെ കാര്യം? അതായത് അമിത്തിന്റെ കയ്യിൽ നിന്നാണ് ക്യാഷ് കിട്ടിയത്. അമിത് ചിലപ്പോൾ ഫ്രണ്ട് ആയിരിക്കാം. അപ്പോ അമിത് ആദ്യത്തെ ദിവസം ചോദിക്കും, രണ്ടാമത്തെ ദിവസം ചോദിക്കില്ലായിരിക്കും, രണ്ടാമത്തെ ദിവസം ചോദിക്കില്ലായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അമിത് നമ്മളുടെ പുറകെ നടക്കും. ഈ 1000 രൂപ തരുന്നില്ലേ, എപ്പോഴാണ് തരുന്നത് എന്ന് ചോദിച്ചു നടക്കും. ഓക്കെ, അപ്പോ അതിനെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അമിത് ലയബിലിറ്റി, അല്ലെങ്കിൽ ഉണ്ടാവുന്ന പേര് ലോൺ ഫ്രം അമിത്.
ഓക്കെ. അമിത്തിന്റെ കയ്യിൽ നിന്നുള്ള ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാധ്യത ഉണ്ടാകുന്നു. എത്ര രൂപയുടെ ബാധ്യത എന്ന് നോക്കുമ്പോൾ 1000 രൂപയുടെ ബാധ്യത. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് എഴുതാൻ നോക്കാം. അതായത് എല്ലാ ട്രാൻസാക്ഷൻസിനെയും ഇങ്ങനെ രണ്ടായിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒന്ന്, അമിത്തിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തപ്പോ പൈസ കിട്ടുന്നു. അമിത് ഇനി എപ്പോഴും നമ്മൾ പുറകെ നടക്കും, എപ്പോ പൈസ തരും എന്ന് ചോദിച്ചുകൊണ്ട്. അതിനെയാണ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ലൈബിലിറ്റി ആയിട്ട് എഴുതാം. ഇതേപോലെ തന്നെ താഴത്തെ ട്രാൻസാക്ഷൻ വായിച്ച് നോക്കിയിട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അത് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ബാക്കി പെർച്ചേസ് മുതൽ താഴത്തേക്ക് നിങ്ങളുടെ നോട്ടിലോ ഫോണിലെ നോട്ട് പാഡിലോ നിങ്ങൾക്ക് ചെയ്യാം. പേരെന്താണ്? കാർത്തിക് വന്നിട്ടോ? കാർത്തിക്. പിന്നെ പേര് ഹാഫിസ്. ഓക്കെ, ഹാഫിസിന്റെ ബാക്കിൽ ഇരിക്കുന്ന ആളുടെ പേരെന്താണ്? പേര് മിലൻ. ഓക്കെ. അതേപോലെ മിഥിലാജിന്റെ ബാക്കിൽ ഇരിക്കുന്ന ആള് മിഥിലാജ്. പേരെന്താ? അജയ്. ഓക്കെ. പാർട്ട് ടൈം പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ. ആ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇടക്ക് പോയി മുഖം കഴുകാം. അല്ലാതെ അവിടെ കിടന്ന് സാരി കറക്റ്റ്